വേഗത്തിൽ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? അവനെ തൊട്ടു. കർത്താവ് അവനെ തൊട്ടു. ഇന്ന് പറയേണ്ടത്, ആമേൻ, നമ്മുടെ ജീവിതത്തില് ഒരുപാട് കുഷ്ഠം പിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലും ശരീരത്തിലും ഹൃദയത്തിലും ഒരുപാട്, ആമേൻ, കുഷ്ഠത്തിൻ്റെതായ അവസ്ഥകളിൽ ഇരിക്കുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവെ, എൻ്റെ ആ ആന്തരികമായ കുഷ്ഠമൊന്ന് മാറ്റിത്തരണം. പുറമേ, ആമേൻ, അഴകായി ശോഭിക്കുന്നെങ്കിലും ആന്തരികമായി, ആമേൻ, കുഷ്ഠം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് തൊടാൻ മനസ്സുണ്ട്, നമുക്ക് മനസ്സുണ്ടാകണം. കർത്താവ് ചോദിക്കുന്നുണ്ട്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, ആമേൻ, ഞങ്ങൾക്ക് വേണ്ടത് മറ്റാരെയുമല്ല, അങ്ങയാണ് വേണ്ടത്. അങ്ങയുടെ ഒരു സ്പർശനം മതി, എൻ്റെ ജീവിതം മാറും. ഇന്ന് ഈ ഉപവാസത്തോടുള്ള ബന്ധത്തില്, ഈ സഭയോടുള്ള ബന്ധത്തില്, കർത്താവെ, എന്നെ സ്പർശിക്കുമ്പോൾ, എന്നെ തൊടുമ്പോൾ, ആമേൻ, ഞാനായിരിക്കുന്ന ദൈവസഭയ്ക്കും അതൊരു അനുഗ്രഹമായി മാറും. ആമേൻ, അതൊരു വിടുതലായി മാറും. കർത്താവെ, ദൈവം രൂപാന്തരം വരുത്തും. സ്തോത്രം. അവരും നിന്റെ വസ്ത്രാഞ്ചലത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയും, നീ ആരാധിക്കുന്ന ദൈവത്തെ സേവിക്കുവാൻ ഞങ്ങളും വരുന്നു എന്ന് പറയുവാൻ ഇടയായി തീരും. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം. ആമേൻ. അവൻ കൈ നീട്ടി, ആമേൻ, അവനെ തൊട്ടു. യേശു കൈ നീട്ടി തൊട്ടു. സ്തോത്രം. കർത്താവ് ഒന്ന് നമ്മളെ തൊടുക എന്നുള്ളത് അത് നമ്മളുടെ ഒരു സ്വപ്നമായിരിക്കണം. ആമേൻ. അക്ഷരികമായി കർത്താവിനെ ഒന്ന് കാണുവാൻ, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുവാൻ, ആമേൻ, കർത്താവിൻ്റെ ഒരു സ്പർശനം, ആമേൻ, അതെന്ന് എനിക്ക് അനുഭവമാകുവാൻ, അതൊരു നമ്മുടെ ജീവിതത്തിലെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവമായി മാറണം. സ്തോത്രം. അത് നമ്മുടെ അവകാശമാണ്. എന്ത്? നാം സേവിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് കാണുവാൻ, അവന്റെ സ്പർശനം ഒന്ന് അനുഭവിച്ചറിയുവാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മത്തായി 9:29-30 വാക്യം. സ്തോത്രം. ആമേൻ. അവൻ അവരുടെ കണ്ണ് തൊട്ടു. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സ്തോത്രം, എന്താണ്? എൻ്റെ ആത്മീക കണ്ണൊന്ന് തുറക്കണം. ഭൗതികമായ കണ്ണ് തുറന്നിരിപ്പുണ്ട് നമുക്ക്. നമുക്ക് വേണ്ട ഒരു വിടുതൽ എന്താണ്? ആന്തരികമായ നമ്മുടെ കണ്ണ്, ആത്മമനുഷ്യന്റെ കണ്ണ്, ആമേൻ, തുറക്കണം. ആമേൻ. എലീശായുടെ, ആമേൻ, ബാല്യക്കാരന്റെ കണ്ണ് തുറക്കുവാൻ വേണ്ടി എലീശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ കണ്ണ് തുറന്നു കൊടുത്തു. അക്ഷരികമായി അവന് കണ്ണുണ്ടായിരുന്നു. അതവൻ, ആമേൻ, നഗ്നനേത്രങ്ങളാൽ കണ്ടത് അവന്, ആമേൻ, സ്തോത്രം, ഭയം ജനിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വിടുതൽ, ആമേൻ, ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം കരുതുന്ന ആ ഒരു വിടുതൽ തൻ്റെ ആത്മീക കണ്ണുകളാൽ കാണുവാനുള്ള, ആമേൻ, ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവം എന്ത് ചെയ്യണം? നമ്മുടെ അകത്ത മനുഷ്യന്റെ കണ്ണ് തുറക്കണം. അതുകൊണ്ട് ഈ ഉപവാസത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: എൻ്റെ അകക്കണ്ണൊന്ന് തുറന്നു തരണമേ. സ്തോത്രം. സ്തോത്രം. കർത്താവ് തൊട്ടാൽ നിന്റെ അകത്ത കണ്ണുകൾ തുറക്കപ്പെടും. ആത്മീക കാഴ്ച അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ആത്മീയ കാഴ്ചപ്പാട് മാറും. ഇതുവരെയുള്ള കാഴ്ചപ്പാട് മാറുമെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നമ്മൾ ചില ധാരണകളിലൊക്കെ ഇങ്ങനെ പോവുകയാണ്. അതല്ലാതെ നമ്മുടെ, ആമേൻ, അകക്കണ്ണ് കർത്താവ് വിരൽ കൊണ്ട് തൊട്ടാൽ, പ്രാർത്ഥിക്കൂ, അങ്ങനെ പ്രാർത്ഥിക്കൂ, എൻ്റെ അകത്ത മനുഷ്യൻ്റെ കണ്ണൊന്ന് തുറന്നു തരണം. അങ്ങനെ വന്നാൽ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് മാറും. ആത്മീക കാഴ്ചപ്പാട് മാറിയാൽ നമ്മുടെ സംസാരം ആത്മീകമായിട്ട് മാറും. വ്യത്യാസങ്ങൾ വരും. നമ്മുടെ പ്രവർത്തികളിൽ വ്യത്യാസം വരും. പ്രൈസ് ദി ലോർഡ്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 27-ാമത്തെ വാക്യം, 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട്
പിന്തുടർന്നു. അപ്പോൾ ആമേൻ നമുക്ക് എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം. നമ്മുടെ ആത്മീക കണ്ണ് തുറന്നു വരും വരെയും, ആത്മീക കണ്ണ് തുറന്നാൽ എന്ത് വരും? വെളിപ്പാടുകൾ ലഭിക്കും. ആത്മീക കണ്ണ് തുറന്നാൽ നിനക്ക് ദർശനങ്ങൾ ലഭിക്കുവാനിടയാകും. ആമേൻ. ആത്മീക കണ്ണ് തൊട്ടു എന്ന് എൻ്റെ ആത്മീക കണ്ണ് കർത്താവ് തുറന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇത്തരം ബാഹ്യമായ ആത്മീകമായ കാഴ്ചപ്പാടുകൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ആമേൻ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ കണ്ണ്, അകക്കണ്ണ് തുറന്നു വരും വരെയും നമ്മുടെ കർത്താവിനെ നമ്മൾ പിന്തുടരണം. സ്തോത്രം. പ്രാർത്ഥന നിർത്തിക്കളയരുത്. സ്തോത്രം. ആവശ്യം നിർത്തിക്കളയരുത്. ഹല്ലേലൂയ. മടുത്തു പോകാതെ മുട്ടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആമേൻ ആ ഒരു ഭരണാധികാരിയെ, ന്യായാധിപനെ ആമേൻ നല്ലതുപോലെ ബുദ്ധിമുട്ടിച്ച ഒരു സ്ത്രീയെപ്പോലെ നമ്മളായിത്തീരുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? വലിയ പ്രവർത്തികളെ കാണിക്കും. നമ്മൾ ആളും മാറും. പ്രൈസ് ദി ലോർഡ്. ആത്മീക കണ്ണ് തുറന്നിട്ട് നീ യേശുവിൻ്റെ പിന്നാലെ വന്ന് ആത്മീക കണ്ണ് തുറന്നിട്ട് പിന്നെ നീ ആമേ ലോകത്തെ തേടി പോകരുത്. പിന്നെ നീ ആരുടെ പിൻഗമിക്കണം? ആമേൻ. യേശുവിനെ തന്നെ പിൻഗമിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ദിവസം ലഭിക്കുന്ന ആത്മീക വെളിപ്പാടും ദർശനങ്ങളും ആമേൻ നിരന്തരം നിനക്ക് ലഭിക്കണമെങ്കിൽ അനുദിനം ആരെ തന്നെ പിൻഗമിച്ചുകൊണ്ടിരിക്കണം? യേശുവിനെ തന്നെ പിൻഗമിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 31 മുതലുള്ള വാക്യം. സ്തോത്രം. അവൻ വീണ്ടും സോരിന്റെ അതിർവിട്ട്, യേശു വീണ്ടും സോരിന്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു. യേശു ഗലീല കടപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു. സ്തോത്രം. എന്തുകൊണ്ടാണ് കർത്താവ് മിക്കവാറും സൗഖ്യങ്ങൾ ജനത്തിന്റെ നടുവിലും കൂടി വരുന്നവരുടെ ഇടയിലും ചെയ്തിട്ട് ഈ ഒരു സൗഖ്യം ആമേൻ മാത്രം വേറിട്ട് കൊണ്ടുപോയി ചെയ്യുവാനിടയായത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ ആമേൻ സ്തോത്രം മനുഷ്യന് വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം യേശുവിനെ പുച്ഛിക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ അടുക്കൽ വന്ന് കാർക്കിച്ച് തുപ്പി നിങ്ങളുടെ കണ്ണിൽ തേച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ എന്നെ മുഖത്തടിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എനിക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. സ്തോത്രം. യേശു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഈ മനുഷ്യൻ്റെ ഈ ഒരു മകൻ്റെ രോഗത്തിൽ നിന്നുള്ളൊരു പൂർണ്ണ വിടുതലിന് വേണ്ടി അവനെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് കർത്താവ് വലിച്ചുകൊണ്ട് വേറിട്ട് കൊണ്ടുപോയി. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ നടുവില് അവനൊരു വിടുതൽ നടക്കുകയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചില വിടുതലുകൾ നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ സ്തോത്രം എന്ത് വേണം? ചിലരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് ദൂരേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും ഒരു പൂർണ്ണമായ വിടുതൽ വരുവാനിടയായിത്തീരും. ഇവിടെ കർത്താവ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ, 1, അവന് ചെവി കേട്ടുകൂടാ. 2, അവന് സംസാരമില്ല. സ്തോത്രം. ചെകിടൻ എന്താണ്? വിക്കിയാണ്. അവനെ സംസാരിക്കാൻ ശ്രമിക്കും, പക്ഷെ സംസാരം അങ്ങോട്ട് ശരിക്ക് വരത്തില്ല. അവൻ വിക്കനായൊരു ചെകിടനാണ്. അതുകൊണ്ട് കർത്താവ് ആദ്യം എന്ത് ചെയ്തു? ആദ്യം അവന് കേൾക്കണം. ആദ്യം എന്ത് ചെയ്യണം? കേൾക്കണം. കേട്ടെങ്കിൽ മാത്രമേ സംസാരവും ശരിയാകുകയുള്ളൂ. കേൾക്കാതിരിക്കുന്നതാണ് സംസാരം ശരിയല്ലാത്തത്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ആത്മീകമായ കേൾവിയുണ്ട്. ഭൗതികമായി കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ആത്മമനുഷ്യന്റെ ചെവി തുറക്കപ്പെടുന്നതിനാലാണ്. അപ്പൊ ആത്മമനുഷ്യന്റെ ചെവി അടഞ്ഞിരുന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കർത്താവെ, ഞാൻ പലപ്പോഴും മുഴങ്കാലിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഞാനങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്, ഒരു ശബ്ദവും ഞാൻ കേൾക്കുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കൂ, കർത്താവെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എൻ്റെ ആത്മീകമായ മനുഷ്യന്റെ ചെവി ഒന്ന് വിരലിട്ട് ഒന്ന് തുറന്നു തരണമേ കർത്താവെ. നിന്റെ ഇമ്പസ്വരം കേൾക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണം കർത്താവെ. ഹല്ലേലൂയ. മൃദുവായി സംസാരിക്കുന്ന ദൈവത്തിന്റെ ഇമ്പമായ സ്വരം നാം കേൾക്കുവാൻ പ്രാർത്ഥനയിൽ നമ്മുടെ ഏകമായ മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം കാലടിയുടെ ശബ്ദവും ഏദൻ തോട്ടത്തിൽ മനുഷ്യന്റെ അടുക്കൽ നടന്നു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് മകനെ മകളെ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ മൃദുവായ ശബ്ദം നമ്മുടെ ചെവിയിൽ അടിക്കുവാൻ പാകത്തില് നമ്മെ ഒന്ന് തൊടണമെന്ന് ഇന്ന് പകൽക്കാലം പറയൂ. നാഥ, പ്രാണപ്രിയ, നിന്റെ ഇമ്പസ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. സ്വത്രം ആ ശൂനയും കാര്യത്തി ഉത്തമ ഗീതത്തിൽ പറയുന്നത് പോലെ എൻ്റെ പ്രിയന്റെ സ്വരം, സ്വത്രം, അതെത്ര മാധുര്യമാണ്. നാം ഇങ്ങനെ പ്രാർത്ഥിച്ചും ആരാധിച്ചും അങ്ങ് പോകുകയാണ്, പക്ഷെ ദൈവത്തിന്റെ ഇമ്പസ്വരം നാം കേൾക്കുന്നില്ല. അതിനെന്ത് വേണം? സ്വത്രം, നമ്മുടെ ചെവി, അകത്ത മനുഷ്യന്റെ ചെവി ഒന്ന് തുറക്കണം. എൻ്റെ കർത്താവെ, ഞാനും നിങ്ങളോടൊപ്പം പറയുകയാണ്, ഈ തുറവി പോരാ, ഇനിയും ഏറെ തുറന്നെനിക്ക് തരണമേ കർത്താവെ. സ്തോത്രം. ആ നിലവാരത്തിൽ ഒന്ന് പറയൂ. സ്തോത്രം. നിശ്ചയമായിട്ടും കർത്താവിന്റെ വിരൽ നിന്റെ ചെവിക്കുള്ളിൽ ഇട്ടുതരും. നിന്റെ മനുഷ്യന്റെ ചെവി തുറന്നു വരുവാൻ ഇടയായിത്തീരും. ദൈവശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. മഹത്വം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈ ചെവി തുറന്നു തന്നാൽ സ്തോത്രം, നാം അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ, വ്യക്തിപരമായിരുന്ന അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ഈ ചെവി തുറന്നെങ്കിലേ പുതിയ അന്യഭാഷ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് കേട്ടു പറയുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് തന്റെ ഭാഷ ഈ ചെവി തുറന്നിരുന്നാൽ ഈ ചെവിയിലൂടെ പറഞ്ഞു തരുന്നത് നമുക്ക് അത് നാവ് കൊണ്ട് പറയുവാൻ കഴിയുകയുള്ളൂ. ആ ഒരു മർമ്മം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുകൊണ്ട് സ്തോത്രം, എന്താണ്? എൻ്റെ കണ്ണ്, ആത്മീക കണ്ണ് എനിക്ക് തുറന്നു തരണം. എൻ്റെ ആത്മീകമായ മനുഷ്യന്റെ ചെവിയും എനിക്ക് തുറന്നു തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എന്താണ്? വിക്കനായൊരു ചേടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ അവരുടെ അപേക്ഷ അങ്ങനെയായിരുന്നു. പക്ഷേ ദൈവം പ്രവർത്തിച്ചത് മറ്റൊരു തരത്തിലാണ്. അവനെ അവരുടെ ഇടയിൽ നിന്ന്, അപേക്ഷിച്ചവരുടെ നടുവിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവൻ്റെ ചെവിയിൽ വിരലിട്ടു. ചെവിയിലോട്ട് വിരലിട്ടു. വിരലിട്ടിട്ട് എന്ത് ചെയ്തു? തുപ്പി. അവൻ്റെ എവിടാണ് വിക്കുള്ളത്? എവിടാണ്? നാവിലാണ്. കർത്താവിൻ്റെ ഒരു തുപ്പൽ എനിക്ക് വീണാൽ, കർത്താവേ, ഇതുപോലൊരു ഭാഗ്യം എനിക്ക് വേറെയില്ല, ആ മനുഷ്യനെ പോലെ ഭാഗ്യമുള്ളവൻ വേറെയില്ല. ഇങ്ങനാ പറഞ്ഞത്. നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് ഏറിയ പ്രവാചകന്മാരും കാണുവാൻ ഗ്രഹിച്ചു. സ്തോത്രം. പക്ഷേ അന്നുള്ളവർക്കത് മനസ്സായില്ല. ഇന്ന് നമ്മൾ ആത്മാവിൽ നമ്മുടെ കർത്താവിൻ്റെ ഒരു സ്പർശനം, സ്തോത്രം, കർത്താവേ, നിന്റെ നാവിലെ തുപ്പൽ കൊണ്ട്
ആമേ സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ ആമേ ശരിയായി എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത്, ശരിയായി എനിക്ക് ആമേ പ്രാർത്ഥിക്കാൻ കഴിയാത്തത്, ശരിയായി എനിക്ക് പറയാൻ കഴിയാത്തത്, ആമേൻ കർത്താവ് ആമേ സ്തോത്രം എൻ്റെ നാവിനെ ഒന്ന് ഇന്ന് പകൽക്കാലം തൊടണമേ. ആമേ എൻ്റെ ആമേ ഞാൻ ഈ നാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആമേ സ്തോത്രം കർത്താവേ അതൊരു വിടുതലായി മറ്റുള്ളവരിൽ ചെന്ന് പതിക്കുവാൻ ഇടവരണം. ആമേ സ്തോത്രം. ആമേൻ എൻ്റെ നാവിലൂടെ വരുന്ന ശബ്ദം ഇനി മുതൽ വ്യത്യാസമായി മാറണം. ആമേൻ അതിനെല്ലാം ഒരു വ്യക്തത വരണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതം മാറണം, എൻ്റെ സംസാരം മാറണം. കർത്താവേ എൻ്റെ നാവിനെ തൊടണമേ. സ്തോത്രം. നമുക്കറിയാമല്ലോ യെശയ്യാവിന് എങ്ങനെയാണ് ശുദ്ധി വന്നത്. സ്വർഗത്തിലെ ആമേൻ എരിഞ്ഞുകൊണ്ടിരുന്ന ആമേൻ ആ യാഗപീഠത്തിൽ നിന്ന് ആമേൻ കനലെടുത്തു കൊണ്ടുവന്ന് ദൂതൻ വന്ന് നാവിനെ എന്ത് ചെയ്തു? തൊട്ടപ്പോൾ എന്തായി? ശുദ്ധിയായി തീർന്നു. ആമേൻ. അപ്പോഴാണ് ആമേൻ അവന് ആമേൻ അതിനകത്ത് ആമേൻ ഉള്ള വെളിപ്പാടും അതിൻ്റെതായ വ്യത്യാസവും ഏറ്റവും വലിയൊരു പ്രവാചകനായി മാറുവാൻ ഇടവന്നത്. സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ, ഇന്ന് പകലിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇരിക്കുന്നവരിൽ പലരിലും എന്തുണ്ട്? പ്രവചന പ്രാർത്ഥനയുണ്ട് എന്ന് എനിക്ക് ആത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളിൽ പലരും ആമേൻ പ്രാർത്ഥിക്കുന്നതിൽ എന്തുണ്ട്? പ്രവചനങ്ങളുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആമേൻ ഇങ്ങനെ പ്രാർത്ഥിക്കൂ. ആമേൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇനിയും വ്യത്യാസം വരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. അവനെ എന്ത് ചെയ്തു? തുപ്പിനാവിനെ തൊട്ട് സ്വർഗത്തേക്ക് നോക്കി കർത്താവ് നെടുവീർപ്പിട്ടു. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദാ എന്ന് പറഞ്ഞു. വിശ്വാസത്താൽ ഞാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പല അടഞ്ഞ അസാധ്യമായ കാര്യങ്ങളെയും നോക്കി ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയിൽ ഞാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എഫദാ. ആമേൻ. തുറന്നു വരിക. അത്ഭുതം നടന്നിട്ടുണ്ട്, അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കണ്ട് പകച്ചു നിൽക്കരുത്. ഈ വാക്ക് പറയൂ. ഈ വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. എന്റെ മുമ്പിൽ ആമേൻ വഴികൾ തുറന്നു വരട്ടെ. എഫദാ. 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 ആലയത്തിന്റെ പണിക്ക് വേണ്ടി ആലയത്തിന് ആവശ്യമായതെല്ലാം തുറന്നു വരട്ടെ. എഫദാ. എഫദാ. ആമേൻ. ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തില് വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില്. മർക്കോസ് 8:22. അതെ. അവർ ബെത്സൈദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടണമെന്ന് അപേക്ഷിച്ചുണ്ടോ? കർത്താവ് തൊട്ടാൽ അന്ന് നമ്മൾ ഇതിനകത്ത് എത്ര തൊടലുണ്ട് കർത്താവിൻ്റെ? എഴുതപ്പെടാത്ത എത്രയോ തൊടലുകൾ വേറെയുണ്ട്. നമുക്കെന്ത്? നമ്മുടെ കർത്താവ് എന്നെ തൊടണേന്ന് പറഞ്ഞാൽ എന്തിനാ പേടിക്കുന്നത്? സ്തോത്രം. എൻ്റെ കർത്താവ് എന്നെ തൊടണം. കർത്താവെ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ ഒന്ന് തൊടണേ. സ്തോത്രം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കിടക്കുമ്പോൾ ഉറങ്ങിപ്പോയി. വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ എൻ്റെ മുറിക്കുള്ളിലേക്ക് തുറന്ന് അകത്തേക്ക് വന്ന് എൻ്റെ വിലാപ്പുറത്ത് വന്നൊരു ഒറ്റ തൊടല. ഞാൻ മുകളിലേക്ക് പോയി കട്ടിലിൽ നിന്ന് താഴെ വീണു. അന്നാണ് എനിക്ക് വ്യത്യാസമായി. അസമാധാനവും പോയി. ആമേൻ. സ്തോത്രം. എല്ലാ സമാധാനം കൊണ്ട് നിറഞ്ഞു, സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഒറ്റ തൊടല മതി. അതുകൊണ്ട് കർത്താവേ, ഇന്ന് പകലിൽ എന്നെ ഞാൻ ഉറങ്ങുമ്പോഴോ ഞാൻ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എന്നെ തൊടണമേ. ഒരിക്കലൊരു സഹോദരി ദാഹത്തോടെ വന്ന് പറഞ്ഞു, എനിക്ക് അന്യഭാഷയിൽ ആരാധിക്കണം. സ്തോത്രം. പക്ഷേ അവിടെ ആമേ സഭയിലെ പ്രാർത്ഥനയിൽ ഒന്നും നടന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. ആമേ സ്തോത്രം. അവൾ കയറിയ ബസ്സിൽ ചെന്ന് സീറ്റിലിരുന്നതേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവൾ എന്താ പറയുന്നതെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. ആമേ സ്തോത്രം. അവൾ ബലത്തിന് വേണ്ടി ആ കമ്പിയിൽ പിടിച്ചിരുന്നു. അവൾ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു. കണ്ടക്ടർ വന്ന് ചോദിച്ചു, നിങ്ങൾ അറബിയാണോ, ഏത് ഭാഷയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. നിറയ്ക്കുവാൻ കർത്താവ് എവിടെയും നമ്മളെ തൊടുവാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വായിച്ചോളൂ. അടുത്ത വാക്യം വായിച്ചോളൂ. ആമേൻ. കൈക്ക് പിടിച്ച്
ആ അപേക്ഷിച്ചു. കുരുടന്റെ കൈക്ക് പിടിച്ച് അവിടെ എന്ത് ചെയ്തു? ഊരിന് പുറത്തുകൊണ്ട്. മനസ്സിലായോ? ആമേൻ. അവൻ കണ്ടോ കർത്താവ് ചെയ്യുന്ന കണ്ടോ? എന്ത് ചെയ്തു? അവൻ്റെ കണ്ണിലോട്ട്. ഇപ്പം ആൾക്കാർ കണ്ടാൽ ക്രിട്ടിസൈസ് ചെയ്യും. ആൾക്കാർ കണ്ടാൽ ക്രിട്ടിസൈസ് ചെയ്യും. കർത്താവിനെ പറയും അയാളെ അവരെ തുപ്പി. പിന്നെ വിടുതൽ നടക്കത്തില്ല. കുറ്റം പറഞ്ഞാൽ വിടുതൽ നടക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ആരും കാണാതെ ദൂരെ കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ എന്ത് ചെയ്തു? തുപ്പി. അവൻ ദൈവമല്ലേ? ദൈവത്തിനൊരു വാക്കുകൊണ്ട് ഇതെല്ലാം ചെയ്തുകൂടെ? പിന്നെ എന്തിനാ കർത്താവ് ഇങ്ങനെ ചെയ്ത്? ഞാൻ പറയട്ടെ. ആമേൻ, സ്തോത്രം. വിശ്വാസത്തിന് എന്തുണ്ട്? ഒരു പ്രവൃത്തിയുണ്ട്. വിശ്വാസത്തിന് എന്തുണ്ട്? ആമേൻ, ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ആരിൽ നിന്ന് പുറപ്പെട്ടു വരണം? നമ്മിൽ നിന്ന് പുറപ്പെടണം. നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കുവാൻ തയ്യാറാകും. വിശ്വാസത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തി ആമേൻ ചിലപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെ പരിഹസിച്ചേക്കാം, മറ്റുള്ളവർ നമ്മളെ ആമേൻ കുറ്റം പറഞ്ഞേക്കാം. പക്ഷേ വിശ്വാസത്തിന് എന്തുണ്ട്? ഒരു പ്രവൃത്തിയുണ്ട്. കർത്താവ് ആമേൻ ദൂരെ കൊണ്ടുപോയി അവൻ്റെ കണ്ണിനെ തുപ്പിയിട്ട് ആമേൻ എന്ത് പറഞ്ഞു? സ്തോത്രം. ആമേൻ അവൻ്റെ മേൽ കൈവച്ചു. എന്നിട്ട് തുപ്പിയിട്ട് അവൻ്റെ മേൽ എന്ത് ചെയ്തു? എന്നിട്ട് കർത്താവ് ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ? നീ വല്ലതും കാണുന്നുണ്ടോ? അപ്പൊ അവൻ കണ്ണു തുറന്നു. അവൻ പറയാണ് അവന്റെ എങ്ങനെ ഞാൻ മനുഷ്യരെ കാണുന്നു. പക്ഷെ ആ മനുഷ്യര് സ്തോത്രം മരങ്ങൾ പോലെ നടക്കുന്നു. സ്തോത്രം. എന്താണ്? അപ്പൊ മരങ്ങൾ നടക്കും. സ്തോത്രം. അപ്പൊ മനുഷ്യരെ അവൻ എങ്ങനെ? ശരിയായിട്ടല്ല. ഒരു വൃക്ഷം നിൽക്കുന്ന പോലെ, ഒരു മരക്കമ്പ് നിൽക്കുന്ന പോലെയാണ് മനുഷ്യന്റെ രൂപം. അവന് വ്യക്തമല്ല. ഒരു നിഴൽ അങ്ങനെ മരങ്ങൾ പോകുന്നത് പോലെ കാണുന്നു. ആമേൻ. കർത്താവാണ് തൊട്ടതല്ലേ? ആമേൻ. കർത്താവ് തൊട്ടിട്ട് അത് പൂർണ്ണമായില്ല. സ്തോത്രം. എന്താ കാര്യം? ആമേൻ. സ്തോത്രം. ഇവന്റെ അവിശ്വാസമുണ്ട് അതിനകത്ത്. സ്തോത്രം. എന്താണ്? ഒന്ന്, ഇവനെ തുപ്പിയപ്പോൾ തന്നെ പറഞ്ഞു സ്തോത്രം, സ്തോത്രം. ആമേൻ. ആ ഒരു അവിശ്വാസം അവിടെ എന്ത് ചെയ്യും? ആമേൻ ആമേൻ വിടുതലിന്റെ ആമേൻ ആത്മത്തെ എന്ത് ചെയ്യും? വിടുതലിന്റെ ആ പൂർണ്ണതയെ കുറയ്ക്കും അവിശ്വാസം. ആമേൻ. അപ്പോൾ ആ ഒരു ചെറിയ വിശ്വാസത്തിന് ഉണ്ട്, അവന് കാഴ്ച വേണം. അതിനുള്ള കാഴ്ച അവന് ലഭിച്ചു. അവൻ പറഞ്ഞു മരങ്ങൾ നടക്കുന്ന പോലെ മനുഷ്യൻ നടക്കുന്നു. അപ്പൊ ആ കാഴ്ച ശരിയാണോ? സ്തോത്രം. അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ നടക്കുന്ന ആത്മീയരുന്ന അനേകരുണ്ട്. ആമേൻ. അവരുടെ നോട്ടത്തിൽ ആമേൻ അവർ മനുഷ്യരെ അല്ല കാണുന്നത്, പിന്നെയോ മരങ്ങളെയാണ് കാണുന്നത്. സ്തോത്രം. മരത്തോട് ഇടപെടുന്നത് പോലെയാണ് ചില മനുഷ്യരോട് ഇടപെടുന്നത്. അങ്ങനെ അരുത്. ആമേൻ. മനുഷ്യനെ കാണുന്നത് പോലെ നമ്മൾ കാണുവാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നിട്ട് എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? ആമേൻ. കർത്താവ് വീണ്ടും ഒന്നും കൂടെ തൊട്ടു. ഞാനൊരു കാര്യം പറയട്ടെ. നീ തൊടാൻ പറഞ്ഞു, കർത്താവ് നിന്നെ തൊട്ടു. എന്നിട്ടും നീ ശരിയാകുന്നില്ലെങ്കിൽ നീ പറയണം, കർത്താവേ എന്നെ ഒന്നുകൂടെ ഒന്ന് തൊടണമേ. ആമേൻ. അങ്ങനെ വന്നാൽ കർത്താവ് ഒന്നുകൂടെ നിന്നെ തൊട്ടാൽ നിന്റെ കാഴ്ച പൂർണ്ണമാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നെ തൊട്ടു, ആമേൻ, അതെനിക്ക് മതിയെന്നും പറഞ്ഞ് പോകരുത്. ആമേൻ. നിന്റെ കാഴ്ച ശരിയല്ല, ശരിയായി കാണുന്നില്ലെങ്കിൽ ഒന്നുകൂടെ നീ പറയണം, എന്ത്? കർത്താവേ എന്നെ ഒന്നുകൂടി തൊടണമേ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഈ ഉപവാസത്തിൻ്റെ ആദ്യ പകൽക്കാലം എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, സ്തോത്രം. ഞങ്ങളുടെ ആമേൻ ആത്മീക കണ്ണുകളെ തുറക്കണം. ഞങ്ങളുടെ ആത്മീയ ചെവിയെ തുറന്നു തരണമേ കർത്താവേ. ആമേൻ. ഞങ്ങളുടെ കാഴ്ച ശരിയായി മാറട്ടെ. ഞങ്ങളുടെ കേൾവി, ആത്മീകമായ കേൾവി ശരിയായി മാറട്ടെ കർത്താവേ. ആമേൻ. ദൈവസഭയിലുള്ള ജനം മുഴുവൻ ആമേൻ ആത്മീകരായി മാറട്ടെ കർത്താവേ. അവർ ലോകപ്രകാരം കാണുന്നവരല്ല, ആത്മീകമായി കണ്ടു സംസാരിക്കുന്നവരായി തീരട്ടെ. ആത്മീകമായി സംസാരിക്കുന്നവരായി തീരട്ടെ കർത്താവേ. വ്യക്തിപരമായി നിങ്ങൾക്ക് പറഞ്ഞാട്ടെ, ദൈവത്തോട് വ്യക്തിപരമായിട്ട് പറഞ്ഞാട്ടെ. ദൈവം നിങ്ങളെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആ ജനത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങളെ വേറിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിന്റെ കരം പിടിക്കുമ്പോൾ കൂടെ ചെന്നാട്ട് നിന്നെ വേറിട്ട് കൊണ്ടുപോയി കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിന്നെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ
സ്പർശിക്കുകയാണ്. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ശരിയായ ഒരു ആത്മീയ കാഴ്ചപ്പാട് വരട്ടെ. ശരിയായ ആത്മീയ കേൾവി വരട്ടെ. ദൈവത്തിന്റെ ഇമ്പസ്വരം നീ കേൾക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം വിവിധ രീതിയിലുള്ള തൊഴിൽ അതേ കർത്താവ് തൊട്ടതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ചെവിയിൽ കർത്താവിന്റെ വിരലിട്ടു. ഹല്ലേലൂയ. അവനെ അതേ ചെവി കേൾക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്നവൻ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്തത് ഹല്ലേലൂയ ദൈവ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവി തുറക്കണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ നീ അതേ നാവെടുത്ത് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരുക. ദൈവത്തെ ആരാധിപ്പാനിടയായി തീരുക. അന്യഭാഷയിൽ സംസാരിച്ച് പുതിയ മർമ്മങ്ങൾ ഹല്ലേലൂയ സംസാരിപ്പാൻ നിനക്കിടയായി തീരുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അതെ ദൈവത്തെ സ്തോത്രം. ഞാൻ തൊടുവാൻ തയ്യാറായിരിക്കുകയാണ്. ദൈവം ഇതിനെ നീ വിശ്വാസത്തോടെ യേശുവിനോടൊന്ന് പറയാമെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ നിന്നെ തൊടുക തന്നെ ചെയ്യും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവ് നിങ്ങളെ തൊടാൻ പോകുകയാണ്. കർത്താവ്